ഹലോ ദിയോസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ ടോണറാണ്. വെറും ഒരൊറ്റ സാധനം മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ മുടി വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ മടിയുള്ളവർക്കും ടൈം ഇല്ലാത്തവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ടോണറാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം, അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് യൂസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാൻ പറ്റും, പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റും. ജന്മന മുടിക്ക് ഉള്ളു കുറവുള്ളവരാണെങ്കിൽ കൂടെ ഈ ഒരു ടോണർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പുതിയ മുടികളൊക്കെ വളരും. പിന്നെ മുടി കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ നമുക്ക് വീണ്ടും മുടികൾ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. തലയിലുള്ള താരൻ മാറാനും നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആക്കിയിട്ട് വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടോണറാണ്. അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ ഈ ഒരു ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിനായിട്ട് ആകെ വേണ്ട ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് റോസ്മേരി ആണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റോസ്മേരി എന്ന് പറയുന്നത്. മുടി വളർച്ചയ്ക്കായിട്ട് ഒരുപാട് ആളുകൾ ഈ ഇടയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടുന്നുമുണ്ട്. അത്രയ്ക്ക് നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരൊറ്റ സംഭവമാണ് ഈ റോസ്മേരി. അപ്പം നമുക്ക് റോസ്മേരി കടയിൽ നിന്ന് ഉണങ്ങിയതാണ് വാങ്ങിക്കാൻ കിട്ടുക. റോസ്മേരിയുടെ ലീവ്സ് ഉണക്കിയെടുത്തതാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ഇതാണ്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പിന്നെ ഓൺലൈനായിട്ടും കിട്ടും. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റോസ്മേരി തിളപ്പിച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുക്കുക, കുറച്ചൊരു കുഴിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ റോസ്മേരി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഒരാഴ്ച യൂസ് ചെയ്യാനുള്ള അളവിലുള്ളതാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ റോസ്മേരി ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ ഒരു ലൈറ്റ് കളറിൽ ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് വരും. ആ ഒരു സമയത്താണ് നമ്മളിത് ഇറക്കി വെക്കേണ്ടത്. ചിലർക്കൊക്കെ ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടാവും. എന്നാൽ ചിലർക്കാണെങ്കിൽ മുടി കൊഴിച്ചിൽ കുറച്ചും കൂടെ കൂടിയ ഒരു കണ്ടീഷനായിരിക്കും. അതായത് നമ്മൾ അലോപേഷ്യ എന്നൊക്കെ പറയും. ഒരു ഭാഗത്തുള്ള കുറച്ച് മുടികൾ മൊത്തമായിട്ട് കൊഴിഞ്ഞു പോകുന്നതാണ്. ഏകദേശം ഒരു കഷണ്ടി പോലെയൊക്കെ ആ രീതിയിലൊക്കെ കൊഴിഞ്ഞു പോകുന്നതിനാണ് അലോപേഷ്യ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള മുടി കൊഴിച്ചിൽ വരെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത്. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ മാറ്റം വരും, മുടി കൊഴിച്ചിൽ കുറയും, പുതിയ മുടികൾ വളർത്തിയെടുക്കാനും നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു റോസ്മേരിക്ക് സ്ട്രെസ് റിലീസ് ആക്കാനുള്ള ആ ഒരു ബെനിഫിറ്റും കൂടെയുണ്ട്. സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇത് നല്ലൊരു സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പം നമ്മൾ മുടിയിൽ യൂസ് ചെയ്താലും നമ്മുടെ മുടിക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും, നല്ല സ്മെല്ല് തന്നെ ഉണ്ടാവും.
ഇപ്പം നമ്മുടെ റോസ്മേരിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് നമുക്കൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോണറാണ്. എല്ലാ ദിവസവും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സമയം ഇത് തലയിൽ വയ്ക്കാം. ഒരു രാത്രി മുഴുവനായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് രാത്രി മുഴുവനായിട്ട് വയ്ക്കുന്ന സമയത്താണ്. എന്നിട്ട് പിറ്റേന്ന് കുളിക്കുന്ന സമയത്ത് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ നിങ്ങൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഈ ഒരു ടോണർ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് ആക്കി കൊടുക്കുക. നമ്മൾ ഈ ഒരു ടോണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. സ്കാൽപ്പിലേക്ക് നല്ലതുപോലെ ആയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക, ഒരു മസാജും കൂടെ കൊടുക്കുക. മുടിയിലേക്ക് ആക്കി കൊടുക്കണം എന്ന് നിർബന്ധമില്ല. എന്നിട്ട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വയ്ക്കുക. പിന്നെ തണുപ്പൊക്കെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ രാത്രി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ടോണർ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എണ്ണ തേക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം നിങ്ങളിത് കുറേശ്ശെ മാത്രമായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് സ്കാൽപ്പിലൊന്ന് നനയുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം കിടന്നുറങ്ങുക. പിറ്റേന്ന് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഏറ്റവും വേഗത്തിൽ റിസൾട്ട് കിട്ടുന്നത് നമ്മളിത് രാത്രി മുഴുവനായിട്ട് വെക്കുന്ന സമയത്താണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്